അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ലൊക്കേഷനിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏത് ലൊക്കേഷനിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ ഇതിനകത്ത് പറയുന്നില്ല, അതൊരു സീക്രട്ടായിരിക്കും. ഇനിയിപ്പോൾ ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അതെ, ലോക്കലായിട്ടുള്ള ലൊക്കേഷനുകളാണ്. ഇതൊരു ടൂറിസം ലൊക്കേഷൻ കൂടെയാണിത്. അന്യായ ഹൈറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൊറോണ വരുന്നതിന് മുമ്പ് ഇവിടെ ഇന്ന് മിക്കപ്പോഴും വരുമായിരുന്നു, കാരണം ഇതിന് മുകളിലൊരു കുളമുണ്ട്. അപ്പോൾ അവിടെ നീന്താൻ വേണ്ടി ഞങ്ങൾ വരുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ ലൊക്കേഷന് ടോപ്പിൽ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതൊരു ഹെവി വൈബ് ലൊക്കേഷനാണ് ഈ സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ ഇവിടുത്തെ ആകാശം ക്ലിയർ ആയിട്ട് ഇടുന്നില്ല, ഗോപ്രോ തന്നെ പക്കയായിട്ട് വന്നേനെ. അവിടെ കാണുന്നതാണ് നമ്മുടെ വീട്. അവിടെ കുറച്ച് വീടുകൾ പോലെ കാണുന്നില്ല, അവിടെയായിരുന്നു നമ്മുടെ വീട്. അപ്പോൾ ഇത്രയൊക്കെ കയറി ഹൈക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ മുകളിലെത്തി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാലിന് ചെറിയൊരു വർക്കൗട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ യാതൊരു എക്യുപ്മെൻറ്റ്സും ഇല്ലാതെ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ബോഡി വർക്കൗട്ട് ആയിരിക്കും നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മൾ വന്ന വഴിയും കാണാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ വന്നത്. ഈ കാണുന്ന ഈ മൊട്ടക്കുന്നിന്റെ മേളിലാണ് ഇന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കാലിന് വേണ്ടിയുള്ള, അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വാട്ട്സ് ആണ്. സ്ക്വാട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ബാക്ക് കറക്റ്റായിട്ട് പെർപെൻഡിക്കുലറായിട്ട് താഴെ പെർപെൻഡിക്കുലറായിട്ട് വരുന്ന രീതിയിലാണ് ചെയ്യാൻ വേണ്ടി, നടുവ് അടയ്ക്കാതാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ടോട്ടൽ ബോഡി ഒന്ന് ഗ്രോത്ത് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ കാലിൻ്റെ ഹാംസ്ട്രിങ്സിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷനിലോട്ടും അതുപോലെ തന്നെ ബട്ടക്സിൻ്റെ പോർഷനിലോട്ടും എല്ലാം അതിൻ്റെ എക്സ്ട്രാ ആക്ടിവേഷൻ എല്ലാം പോകുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ കൂടെ നല്ല ഗ്രോത്ത് ആകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുഷപ്പാണ്. പുഷപ്പ് നിങ്ങൾക്ക് അറിയായിരിക്കും. പുഷപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ബോഡിയുടെ സ്ട്രെങ്ത് മാക്സിമം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് പുഷപ്പ് എന്ന് പറയുന്നത്. അതായത് അപ്പർ ബോഡി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇത് മെയിനായിട്ടും ആക്ടിവേഷൻ വരുന്നത് നമ്മുടെ ചെസ്റ്റ് മസിൽസിലേക്കായിരിക്കും മെയിൻ ആക്ടിവേഷൻ വരുന്നത്. ചെസ്റ്റ് മസിൽസിലേക്ക് ആക്ടിവേഷൻ വന്നിട്ട് നമ്മുടെ സപ്പോർട്ടിങ് മസിലായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് നമ്മുടെ ട്രൈസെപ്സും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡേഴ്സും, അതായത് നമ്മുടെ ഡെൽറ്റിൻ്റെ ഫ്രണ്ടൊക്കെ സപ്പോർട്ടിങ് മസിലായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ നിങ്ങളുടെ ബാക്ക് പോർഷനിലേക്കും ഇതിൻ്റെ ആക്ടിവേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിൽക്കാൻ നോക്കുക. നിങ്ങൾ മാക്സിമം നടുവിൻ്റെ അവിടെ ഒത്തിരി ആർച്ച് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. ഇത് നിങ്ങളുടെ ഫുൾ അപ്പർ ബോഡി സ്ട്രെങ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം വർക്കൗട്ട് ആയിരിക്കും. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ വർക്കൗട്ടും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 10 സെക്കൻഡ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൗണ്ടൈൻ ക്ലൈംബേഴ്സ് ആണ്. അപ്പോൾ മൗണ്ടൈൻ ക്ലൈംബേഴ്സ് നമ്മളിവിടെ ഒരു മൗണ്ടൈൻ്റെ ഒരു ചെരുവിൽ തന്നെ നിന്നാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ളിടത്ത് നിന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നിന്നിട്ട് നിൽക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ പുഷപ്പ് പൊസിഷൻ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പുഷപ്പ് പൊസിഷനിൽ നിന്നിട്ട് നമ്മൾ ഈ കാണിക്കുന്ന കാല് ക്രോസ്ഡ് ആയിട്ട് വരുന്നില്ല, ഒരു മൗണ്ടൈൻ ക്ലൈംബ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കോർ മസിൽസിനാണ് സ്ട്രെങ്ത് വരുന്നത്, കോർ മസിൽസിന് സ്ട്രെങ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാർഡിയോവാസ്കുലർ സ്ട്രെങ്തും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ട് ഹെൽത്തൊക്കെ നല്ലപോലെ ഇൻക്രീസ് ആകാൻ വേണ്ടി സഹായിക്കുന്ന നല്ലൊരു വർക്കൗട്ടാണിത്. അതുപോലെ തന്നെ ആപ്സും എല്ലാം അങ്ങോട്ടെല്ലാം ആക്ടിവേഷൻ വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. അതിൻ്റെ പേര് ബർപ്പീസ് എന്നാണ്. അപ്പോൾ ബർപ്പീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ബോഡി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. അതായത് ഒരു പുഷപ്പിൽ നിന്നും നമ്മളിങ്ങനെ എഴുന്നേറ്റിട്ട് ചാടുന്ന ഒരു രീതിയിലാണ് ഇത് വരുന്നത്. അതായത് നമ്മൾ പുഷപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ചാടുകയാണ്. അപ്പോൾ നമ്മുടെ ലോവർ ബോഡി സ്ട്രെങ്ത് മാക്സിമം കിട്ടും, അതുപോലെ തന്നെ അപ്പർ ബോഡി സ്ട്രെങ്ത് മാക്സിമം കിട്ടും. പല സ്ട്രെങ്ത് ട്രെയിനിങ്ങുകളേക്കാൾ കൂടുതൽ 50% വരെ കൂടുതൽ നിങ്ങളുടെ ബോഡിയിലെ ഫാറ്റ് ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് ബർപ്പീസ് എന്ന് പറയുന്നത്. അങ്ങ് ദൂരത്ത് നിന്ന് വെയിൽ വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്.
ഗൈസ്, അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ബാക്കിൽ ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ നമ്മളിവിടെ ഒരു എക്യുപ്മെൻറ്റും ഇല്ലാതെ ജസ്റ്റ് ഒരു ടവൽ അല്ലെങ്കിൽ നമ്മുടെ ടീഷർട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ കിടക്കുന്നതൊക്കെ തന്നെ നമ്മൾ തറയിൽ ഇങ്ങനെ കിടക്കുക. അതിനുശേഷം നമ്മൾ ആ ടവൽ നല്ലപോലെ വലിച്ചു പിടിക്കണം. നല്ലപോലെ വലിച്ചു പിടിച്ചിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ അടുപ്പിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് പോർഷനിലോട്ടാണ് ആക്ടിവേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബാക്ക് പോർഷൻ കുറച്ചുകൂടെ നമുക്ക് സെറ്റപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ കാലൊന്നുകൂടെ പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഡിഫിക്കൽറ്റി കൂടുന്നതായിരിക്കും. അപ്പോൾ കാലൊന്നുകൂടെ പൊക്കി കൊടുത്ത് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഫാറ്റ് ബേണിംഗ് 5 വർക്കൗട്ട്, അതായത് നിങ്ങൾ വീട്ടിലോ അതുപോലെ നിങ്ങൾ പുറത്തോ ഏതെങ്കിലും ഹോട്ടലിലോ ഏതെങ്കിലും ഇതുപോലെ ഔട്ട്ഡോറിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 5 ഫാറ്റ് ബേണിംഗ് ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ടുകളായിരുന്നു ഞങ്ങളിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം എല്ലാ പാർട്ടിനും തന്നെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആപ്പ് സെക്ഷനിലോട്ട് ചെയ്തിട്ടുണ്ട്, കോർ മസിലിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ പുഷപ്പ് ചെസ്റ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൈക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെസ്റ്റ് പുഷപ്പ് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആംസിനും കൂടെ പിടിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ബാക്കിന് വേണ്ടി നമ്മൾ ലാസ്റ്റ് ചെയ്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ബാക്കിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് ഈ ബാക്കിൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾ ആ ടവൽ വെച്ച് പിടിച്ചിട്ട് വലിച്ച് ബാക്കിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ പാട്ടും കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷോൾഡറിലോട്ടൊന്നും വന്നിട്ടില്ല. അതുപോലെ ലെഗ്സിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഡെൽറ്റോയിഡ്സിൻ്റെ ഭാഗമൊക്കെ പുഷപ്പ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 30 സെക്കൻഡ് വെച്ച് നിങ്ങൾക്ക് ഓരോ വർക്കൗട്ടും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഓരോ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 10 സെക്കൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒരു റൗണ്ട് ഇത് ഫുൾ ചെയ്യുക. അതായത് ഞങ്ങൾ ഈ കാണിച്ചിരുന്ന വർക്കൗട്ട് ഓർഡർ ചെയ്യുന്ന അടുത്ത് അങ്ങനെ 5 വർക്കൗട്ട് മൊത്തം ചെയ്ത് കഴിയുമ്പം ഒരു റൗണ്ടായി. അത് നിങ്ങൾക്ക് ഈ സെയിം റൗണ്ട് തന്നെ നിങ്ങൾ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് മാത്രമായിട്ട് നമുക്കൊരു 7.5 മിനിറ്റോളം വരുന്നുണ്ട്. പിന്നെ നമ്മൾ റെസ്റ്റും കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് ടോട്ടൽ 10 മിനിറ്റാണ് നമ്മൾ ഈ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ 3 റൗണ്ടും കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റ്സ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര തിരക്കുള്ള ആളാണെന്ന് പറഞ്ഞാലും ഈ 10 മിനിറ്റ്സ് എടുത്ത് നിങ്ങൾക്ക് ഈ ഫാറ്റ് ബേണിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് യാതൊരു കോംപ്രമൈസും പറയാൻ സാധിക്കത്തില്ലാത്തതാണ്. ഗൈസ്, അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിയർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കരുതിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. സാധാരണ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളും ഈ വർക്കൗട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് 30 സെക്കൻഡ് എന്നുള്ളത് നിങ്ങൾ എത്രത്തോളം ഇൻറ്റൻസ് ആക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ഫാറ്റ് ലോസ് പ്രോസസ്സ് പക്കായിട്ട് നടക്കാൻ സാധിക്കും. ഇതുപോലെ ഈ ബർപ്പീസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു തന്ന വർക്കൗട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫുൾ ബോഡീനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ വർക്കൗട്ടാണ്. കാരണം നമ്മളതിനകത്ത് പുഷപ്പ് വരുന്നുണ്ട്, ലെഗ്സിന് വേണ്ടി വരുന്നുണ്ട്. അതുപോലെ അത് അപ്പോൾ ഗൈസ് നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ എന്തോരം റെസ്റ്റ് എടുക്കുന്നു, അതുപോലെ തന്നെ എത്ര സ്പീഡിൽ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള 10 സെക്കൻഡിൽ കൂടുതൽ റെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റൻസിറ്റി കുറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ കുറച്ചിപ്പോൾ നിങ്ങൾ 10 സെക്കൻഡ് പോലും എടുക്കുന്നില്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ് കാര്യങ്ങൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് മറ്റൊരു കിടലൻ വീഡിയോ ആയിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ വീണ്ടും കാണാം. അപ്പം നമ്മൾ ഇതുപോലെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ഇനിയും ഫ്യൂച്ചറിൽ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ലവ് ആൻഡ് സപ്പോർട്ടെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഡെഫിനറ്റായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്കും ചെയ്യണം. അപ്പോൾ ഗൈസ്, മറ്റൊരു നല്ല കിടലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രം സ്പെഷ്യൽ. ഇങ്ങോട്ടാ. അയ്യോ, ആ മരയുടെ മുകളില ആ മൊട്ടക്കുന്നിൻ്റെ അവിടെ. പോയി എടുത്തിട്ട് വന്നല്ലോ. ഇല്ലടാ, ഞാൻ അവിടെ വർക്കൗട്ട് ചെയ്തപ്പോൾ എൻ്റെ പാൻറ്റി കൊണ്ടു കയറുന്നതുകൊണ്ട് ഞാൻ അവിടെ ഊരി വെച്ചായിരുന്നു. ഞാൻ പോയി എടുത്തിട്ട് വരാം. നീ ഇവിടെ നിൽക്കി. ഇല്ല, നീ ഒരുമിച്ച് പോയിട്ട് വരാം. എന്നാ വാ, ഞാൻ തള്ളി ഇറക്കാൻ താഴത്തേക്ക്. വളരെ ദുരന്തരമായ ഒരു കോമഡി ആയിരുന്നു. I like your sketches, you like me. ഹെവി മഴ.